Hi all, let's discuss comparison and contrast. It's another rhetoric mode. In a compare and contrast essay, we examine two subjects by either comparing them, contrasting them, or both. സോ ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേയിൽ രണ്ട് സബ്ജക്ട്സിനെ കമ്പയർ ചെയ്യുകയോ കോൺട്രാസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ രണ്ടും ചെയ്യുകയും ആണ് ഒരു എസ്സേയിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സിറ്റിയെയും വില്ലേജിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാനായിട്ട്, അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസസും കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനത്തെ എസ്സേസിനെയാണ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേ എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ നോക്കിയിട്ട് അതിൻ്റെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്ത് മാത്രം എഴുതിയാൽ മതിയായിരിക്കും, അതായത് സിമിലാരിറ്റീസ് മാത്രം എഴുതിയാൽ മതിയായിരിക്കും. ചില സമയത്ത് കോൺട്രാസ്റ്റ് മാത്രം, അത് തമ്മിലുള്ള ഡിഫറൻസസ് എഴുതിയാൽ മതിയായിരിക്കും. ചില സമയത്ത് അത് രണ്ടും എഴുതേണ്ടതായിട്ടുണ്ട്. അതാണ് പറയുന്നത്, ഇൻ എ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേ വി എക്സാമിൻ സബ്ജക്ട്സ് ബൈ എയ്തർ കമ്പയറിംഗ് ദം, കോൺട്രാസ്റ്റിംഗ് ദം ഓർ ബോത്ത്. ഒന്നെങ്കിൽ കമ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ രണ്ടും ആയിട്ടോ ആണ് ചെയ്യുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ്, വാട്ട്സ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേ എന്ന് നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേ ഈസ് ടു അനലൈസ് സബ്ജക്ട്സ് ദാറ്റ് ക്യാൻ ബി അനലൈസ്ഡ് യൂസിങ് കമ്പാരിസൺ ഓർ കോൺട്രാസ്റ്റ് ഇൻ എ മീനിങ്ഫുൾ വേ. കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് യൂസ് ചെയ്ത് രണ്ട് സബ്ജക്റ്റിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേയുടെ എയിം. And it does not aim at stating outward or obvious similarities or differences, but hidden and subtle one. നമ്മൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേയിൽ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും വളരെ ഒബ്വിയസ് ആയിട്ടുള്ള രണ്ട് സബ്ജക്റ്റ് എടുക്കുമ്പോൾ ആ രണ്ടെണ്ണത്തിൻ്റെയും കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ സിമിലാരിറ്റീസ് എന്താണ് ഡിസിമിലാരിറ്റീസ് എന്താണെന്ന്. അങ്ങനെയുള്ളതായിരിക്കരുത്, മറിച്ച് അത്ര പെട്ടെന്ന് അറിയാത്ത അങ്ങനത്തത് വേണം കണ്ടെത്താൻ. സോ the similarities and differences should not be obvious, it should be hidden and subtle one. an example ആണ്, നിങ്ങളിപ്പോൾ ഫാക്ടറീസും ഡ്വെല്ലിംഗ് പ്ലേസസും കൊടുത്താൽ, താമസിക്കുന്ന സ്ഥലങ്ങളും വീടുകളും ഫാക്ടറീസും തമ്മിലുള്ള ഡിഫറൻസ് ആൻഡ് സിമിലാരിറ്റീസ് എഴുതാൻ പറഞ്ഞാൽ അതിൽ വലിയ കാര്യമില്ല. കാരണം രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. മറിച്ച് ഡ്വെല്ലിംഗ് ഹൗസസിൽ തന്നെയുള്ള രണ്ടെണ്ണം, എക്സാമ്പിൾ ഫ്ലാറ്റ്സ് ആൻഡ് ഹൗസസ്, അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ അതിൻ്റെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും പറഞ്ഞാൽ അത്ര ഒബ്വിയസ് അല്ല. സോ അങ്ങനത്തെ വേണം എടുക്കാനായിട്ട്. ഡിപ്പെൻഡിങ് ഓൺ യുവർ അസൈൻമെൻറ്റ് യു മേ എയ്തർ റൈറ്റ് എ ഫുൾ ലെങ്ത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേ or integrate compare and contrast in an essay which follows another rhetorical mode predominantly. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലെങ്ത് യു ക്യാൻ റൈറ്റ് ഫുൾ ലെങ്ത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേ, അല്ലെങ്കിൽ യു ക്യാൻ ഇൻറ്റഗ്രേറ്റ് ഇറ്റ് വിത്ത് അനദർ റെട്രിക്കൽ മോഡ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഫുൾ ലെങ്ത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേ എഴുതാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡിൽ എഴുതുന്ന എസ്സേയിൽ ഒരു പാരഗ്രാഫിൽ വേണമെങ്കിൽ അതിൽ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ടും എഴുതാം. ആൻഡ് കമ്പാരിറ്റീവ് കോൺട്രാസ്റ്റീവ് അനലൈസിസ് ക്യാൻ ബി ഡൺ ഇൻ ടു വേയ്സ്. ഇങ്ങനത്തെ എസ്സേസ് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് ഡിസ്കസിങ് ദ സിമിലാരിറ്റീസ് ഇൻ വൺ പാർട്ട് ഓഫ് ദ എസ്സേ ആൻഡ് കോൺട്രാസ്റ്റിംഗ് പോയിൻറ്റ്സ് ഓർ ഡിഫറൻസസ് ഓൺ ദ അതർ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേ ക്യാൻ ബി റിട്ടൺ ഇൻ ടു വേയ്സ്. രണ്ട് രീതിയിൽ എഴുതാൻ സാധിക്കും. ഫസ്റ്റ് രീതിയിലാണ് ഡിസ്കസിങ് സിമിലാരിറ്റീസ് ഇൻ വൺ പാർട്ട് ആൻഡ് ഡിസ്കസിങ് കോൺട്രാസ്റ്റിംഗ് പോയിൻറ്റ്സ് ഇൻ വൺ പാർട്ട്. സോ ഫസ്റ്റ് രീതിയിൽ, ഒന്നാമത്തെ രീതിയിൽ സിമിലാരിറ്റീസിനെ ആദ്യത്തെ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുകയും പിന്നീട് കോൺട്രാസ്റ്റിംഗ് അല്ലെങ്കിൽ ഡിഫറൻസസിനെ അടുത്ത ഭാഗത്ത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഒന്നാമത്തേത്. ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ഐഡൻറ്റിഫൈങ് ദ പോയിൻറ്റ്സ് ടു ബി കമ്പയർഡ് ആൻഡ് കോൺട്രാസ്റ്റഡ് ആൻഡ് അനലൈസിങ് ഈച്ച് പോയിൻറ്റ് വിത്ത് റെഫറൻസ് ടു ദ ഐറ്റംസ് കമ്പയർഡ്. അതായത് നമ്മൾ രണ്ട് സബ്ജക്ട്സ് എടുത്തിട്ടുണ്ടല്ലോ കമ്പയർ ചെയ്യാനും കോൺട്രാസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. സോ ആ സബ്ജക്റ്റിലെ എന്തെല്ലാം കാര്യങ്ങൾ, വലിപ്പം, അതുപോലെ അങ്ങനെ ഉണ്ടാവില്ലേ, അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പെർട്ടിക്കുലർ സബ്ജക്റ്റ് എടുത്തിട്ട് പോയിൻറ്റ്സ് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് രണ്ടിനെയും കമ്പയർ ചെയ്യുകയാണോ കോൺട്രാസ്റ്റ് ചെയ്യുകയാണോ എന്ന് വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ വീടും ഫ്ലാറ്റുമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വലിപ്പം എന്നുള്ളതൊരു പോയിൻ്റ് ആക്കി എടുക്കാം. അതുപോലെ എണ്ണം, അതുപോലെ അങ്ങനെ പല പല പോയിൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഐറ്റംസ് എടുക്കാം,
എന്നിട്ട് അത് വെച്ചിട്ട് വലിപ്പം ഏതിനാണ് കൂടുതൽ, വലിപ്പം വീടിന് ചെറുതായിരിക്കും, ഫ്ലാറ്റ് വലുതായിരിക്കും, അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഓരോ പോയിന്റ് എടുത്തിട്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യാം. അതാണ് രണ്ടാമത്തേൽ. ദ സെക്കൻഡ് വൺ, identifying the points to be compared and contrasted and analyzing each point with reference to the items compared. ഇനി ഫസ്റ്റ് വേയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ഓഫ് റൈറ്റിംഗ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേയിലുള്ള കാര്യങ്ങളാണ്. ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. In the introduction is the opening paragraph and which presents the thesis statement and introduces the items to be compared, and chief differences and similarities are mentioned in the first paragraph. In the second paragraph, in the second section, we discuss the comparison, that is the similarities of two items under comparison are presented. So in the second section, we write the similarities of these two items under comparison. In the third section, it is about the contrastive analysis of the items under discussion. The third section is the contrastive analysis of the items, and the fourth is conclusion. It's the summary of the similarities and differences and restate the thesis statement. Now we are discussing about the second type of compare and contrast essay. It also should have an introduction. In introduction, we should present the thesis statement and list the major points to be discussed in comparison and contrast between the subject. Then we have to write the first body paragraph, which discuss the first point, and the second body paragraph we discuss the second point, and the third body paragraph we discuss the third point, and in the fourth we summarize all these points compared and contrasted and restate the thesis statement. Okay, thank you.